നമസ്കാരം. ഇത് ചേർത്തല KSRTC ബസ് സ്റ്റാൻഡാണ് പുറകിൽ കാണുന്നത്. ഇവിടെ നിന്നുമാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. തെന്മല റോസ്മലയിലോട്ടാണ് ഇന്നത്തെ യാത്ര. അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ നമുക്ക് കാണാം. നാലര കഴിഞ്ഞപ്പോഴേക്കും യാത്ര പുറപ്പെട്ടു. ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് ഞങ്ങൾ ആദ്യം എത്തിയത് പുനലൂരിലെ തൂക്കുപാലം കാണുവാനാണ്. ഇതാണ് ആ തൂക്കുപാലം. തിരുവിതാംകൂർ രാജാവായ ആയില്യം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് കല്ലടയാറിന് മുകളിലൂടെ പുനലൂരിൽ തൂക്കുപാലം എന്ന ആശയം ഉടലെടുത്തത്. തിരുവിതാംകൂർ ദിവാൻ നാണുപിള്ളയായിരുന്നു. അദ്ദേഹം ബ്രിട്ടീഷ് എഞ്ചിനീയറായ ആൽബർട്ട് ഹെൻറിയെ തൂക്കുപാല നിർമ്മാണത്തിൻ്റെ മേൽനോട്ടം ഏൽപ്പിച്ചു. 1871 പാലത്തിൻ്റെ രൂപകൽപ്പനയും നിർമ്മാണവും ആരംഭിച്ച് 1877 പൂർത്തിയാക്കിയ തൂക്കുപാലം 1880 പാലം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഇപ്പോൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണ് സംരക്ഷണം. തൂക്കുപാലത്തിൻ്റെ കാഴ്ചയും കണ്ട് ഞങ്ങൾ KSRTC ബസ് സ്റ്റാൻഡിലെത്തി. ഇവിടുന്ന് ഞങ്ങൾ വേറെ ബസ്സിലാണ് ഇനി യാത്ര. കൊല്ലം ജില്ലയിലെ കിഴക്ക് ഭാഗത്തുള്ള പ്രകൃതി രമണീയമായ ഒരു മലയോര ഗ്രാമപ്രദേശം. സാന്ദ്രഹരിതമായ സസ്യപ്രകൃതിയും ജൈവ വൈവിധ്യവും തെന്മലയുടെ സവിശേഷതകളാണ്. മലനിരകളും പുഴകളും അരുവികളും നിറഞ്ഞതുമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട പദ്ധതിയും ചെന്തുരുണി വന്യമൃഗ സംരക്ഷണ കേന്ദ്രവും ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പ്രകൃതിരമണീയമായ കാഴ്ചകളും കണ്ട് യാത്ര മുന്നോട്ടു പോകുമ്പോൾ അന്താക്ഷരി ഗാനവുമായി അവരെ എത്തുകയാണ്. കരിക്കണ്ണുള്ള
പ്രേമഗാനം. തീരം കണ്ടു ഞാൻ, ദേഹത്തിനാഴം കണ്ടു ഞാൻ, തീരം കണ്ടു ഞാൻ, ദേഹത്തിനാഴം കണ്ടു ഞാൻ കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാമ്പ മച്ചാനെ കൊന്നു മച്ചാനെ നിൻവിരി മാറത്ത് പടരാൻ മോഹം. കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാമ്പ. കാട് കയറിയുള്ള ഇടുങ്ങിയ വഴിയിലൂടെയാണ് ഇനിയുള്ള യാത്ര. റോസ്മല എന്നത് സാധാരണ ടൂറിസ്റ്റ് സ്ഥലം മാത്രമല്ല, പശ്ചിമഘട്ടത്തിന്റെ കാടിനുള്ളിലേക്ക് കയറിപ്പോകുമ്പോൾ പ്രകൃതി എത്ര മനോഹരമാണെന്ന് കാണാം. ഈ വനപാതയിലൂടെയുള്ള യാത്രയിൽ പ്രകൃതി സൗന്ദര്യമെല്ലാം ആസ്വദിച്ചു പോയപ്പോൾ ദേ മുമ്പിൽ ഒരു മയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്നുമാണ് റോസ്മല വ്യൂ പോയിന്റിലോട്ട് പോകേണ്ടത്. റോസ്മല വ്യൂ പോയിന്റിലോട്ടുള്ള നടപ്പാതയിലൂടെ ഞങ്ങൾ നടന്നു നീങ്ങുകയാണ്. ആ മനോഹരമായ കാഴ്ച കാണുന്നതിന് വേണ്ടി ഇനിയും കുറേ നടക്കുവാനുണ്ട്. റോസ്മലയുടെ പേരിനെ കുറിച്ച് രണ്ട് കഥകളുണ്ട്. ഒന്ന്, റോസാപ്പൂവിന്റെ വിരിഞ്ഞ ഇതളുകൾ പോലെ തോന്നിക്കുന്നതിനാൽ റോസ്മല എന്ന് വിളിക്കാം. രണ്ടാമത്തത്, ബ്രിട്ടീഷ് കാലത്ത് റോസ്ലിൻ എന്ന സ്ത്രീയുടെ പേരിൽ നിന്നാണ് പേര് വന്നത് എന്നും പറയുന്നവരുണ്ട്. വേറെ കഥകൾ ഉണ്ടോ എന്നും അറിയില്ല. ഇതിലൂടെയാണ് റോസ്മലയുടെ മുകളിലോട്ട് പോകുന്നത്. കല്ലുകളുടെയും പാറക്കെട്ടുകളുടെയും ഇടയിലൂടെ നടന്ന് മുകളിലോട്ട് ചെന്നാൽ കാണാം ആ മനോഹരമായ കാഴ്ച. മലനിരകൾ, കാടുകൾ, തെന്മല ജലാശയം, ചെറിയ ദ്വീപുകൾ പോലെ തോന്നിക്കുന്ന ഭൂഭാഗങ്ങൾ എന്നിവ ഒരുമിച്ച് കാണുവാൻ സാധിക്കുന്നു. മഴക്കാലത്തും മൺസൂൺ കഴിഞ്ഞ സമയത്തുമാണ് റോസ്മല ഏറ്റവും മനോഹരമാകുന്നതും. ഐ ലവ് ചെന്തുരുണി. ഈ വനത്തിൽ കൂടുതലായി കാണപ്പെടുന്ന അപൂർവ മരമാണ് ചെന്തുരുണി. ഈ മരത്തിൽ നിന്നുമാണ് ചെന്തുരുണി എന്ന പേര് ലഭിക്കുന്നത്. ആന, മാൻ, പുലി, കാട്ടുപോത്ത്, മലയണ്ണാൻ, വിവിധ പക്ഷികൾ തുടങ്ങിയ വന്യജീവികൾ ഇവിടെ കാണപ്പെടുന്നു. ഇനിയും ഏറെയുണ്ട് കാണുവാൻ. കാഴ്ചകൾ അവസാനിക്കുന്നില്ല.